ഇന്ന് പല ആളുകളും എണ്ണിക്കുന്നത് തങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്ത് വെച്ച അലാമിലൂടെയാണ്. പലപ്പോഴും നിങ്ങളുടെ ഫോണിലെ അലാം അടിക്കാറുള്ളപ്പോൾ നിങ്ങൾ സ്നൂസ് ചെയ്യാറുണ്ടായിരിക്കും അല്ലേ? 5 മിനിറ്റ് മാത്രമല്ലേ ഉള്ളൂ എന്ന് കരുതിയാണ് നമ്മളെല്ലാം ഇങ്ങനെ ചെയ്യുന്നത്. ഈ 5 മിനിറ്റിൽ നിങ്ങൾക്ക് നല്ല ഉറക്കമാണോ കിട്ടാറ്? എന്നാൽ സഹായിക്കുന്നതിന് പകരം നിങ്ങളുടെ ഉറക്കത്തെ നശിപ്പിക്കുന്നതാണ് ഈ സ്നൂസിങ്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ സ്നൂസിംഗ് സ്വഭാവം നിങ്ങൾക്ക് മാത്രമുള്ളതല്ല എന്നതാണ്. ലോകമെമ്പാടുമുള്ള പലരും പങ്കിടുന്ന ഒരു ശീലമാണിത്. US-ലെ ഗവേഷണ ഗ്രൂപ്പായ മാസ് ജനറൽ ബ്രിഗാമിലെ ഗവേഷകർ നടത്തിയ ഒരു പുതിയ പഠനം ഞെട്ടിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട സ്നൂസ് ബട്ടൺ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നാണ് പഠനം കണ്ടെത്തിയത്. സ്നൂസിംഗ് എത്രത്തോളം അപകടകാരിയാണ്? ഇത് നിങ്ങളുടെ തലച്ചോറിനെയും ശരീരത്തെയും യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? കുറച്ചുകൂടി ഉറങ്ങാമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മളിൽ പലരും രാവിലെ സ്നൂസ് ബട്ടൺ അമർത്തുന്നത്. എന്നാൽ ഈ ചെറുമയക്കം നിങ്ങളുടെ വിശ്രമത്തിൻ്റെയും നിങ്ങളുടെ ദിവസത്തിൻ്റെയും ഗുണനിലവാരത്തെ നിശബ്ദമായി അട്ടിമറിച്ചേക്കാം എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഗാഢനിദ്രയ്ക്ക് ശേഷം ഇങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ 5 മിനിറ്റ് ഉറക്കം ആഴം കുറഞ്ഞതാണ്. ഇത് പ്രത്യേകിച്ച് ഒരു ഗുണവും നിങ്ങൾക്ക് നൽകുന്നില്ല. ഉന്മേഷം തോന്നുന്നതിന് പകരം കൂടുതൽ ക്ഷീണിതരാകുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ആദ്യം അലാം അടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ഉറക്കം അവസാനിച്ചു എന്ന് കരുതിയാണ് എണീക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്നൂസ് ചെയ്ത് വീണ്ടും ഉറങ്ങുന്നു. ഇതോടെ വീണ്ടും നിങ്ങൾ ഗാഢനിദ്രയിലേക്ക് പോകുന്നു. പക്ഷേ 5 മിനിറ്റ് മാത്രമേ ഇതിനായുസുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് ശരീരത്തിന് നല്ലതല്ല. ഇത് നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം നശിപ്പിക്കുന്നു. നിങ്ങൾ ഉണരുമ്പോഴെല്ലാം ദിവസത്തിനായി തയ്യാറെടുക്കാൻ നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനായി നിങ്ങളുടെ ശരീരം കോർട്ടിസോൾ പുറത്തുവിടുന്നു. അതിനാൽ പലതവണ ഉണരുകയും വീണ്ടും ഉറങ്ങുകയും ചെയ്യുന്നത് ഈ സ്വാഭാവിക പ്രക്രിയയെ തകർക്കുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത് നമുക്ക് കൂടുതൽ ക്ഷീണം തോന്നാനും പിന്നീട് ദിവസം മുഴുവൻ ഉൽപാദനക്ഷമത കുറയാനും കാരണമാകും. സ്നൂസ് ബട്ടൺ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് വിദഗ്ധർ പറയുന്നു. ഒരു ഉറക്ക ഷെഡ്യൂൾ ഉണ്ടാകുക എന്നാണ് പ്രധാനമായും ചെയ്യേണ്ടത്. കാര്യം ആദ്യ അലാം അടിക്കുമ്പോൾ തന്നെ എണ്ണിക്കാൻ ശ്രമിക്കണം. ഇതിനായി നിങ്ങൾക്ക് ചില പൊടിക്കൈകളൊക്കെ തന്നെ പരിശീലിക്കാം. അലാം ക്ലോക്ക് കിടക്കയിൽ നിന്ന് അല്പം അകലെ വെക്കുക എന്നതാണ് ഒരു മാർഗം. അലാം ഓഫ് ചെയ്യാൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കേണ്ടി വരുന്നതും നടക്കുന്നതും പിന്നീട് ഉറങ്ങാൻ മടിയാക്കി തരും. ഉണരുന്നത് എളുപ്പമാക്കാൻ പ്രഭാതത്തിൽ ചെറിയ നടത്തമടക്കം പരിശീലിക്കാം.